തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യമാണ് പഠിച്ചത്. അവിടെ യേശു തൻ്റെ പ്രസംഗങ്ങളുടെ സമ്മറിയായിട്ട് 4 ആശയങ്ങൾ കൊടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സമയത്തിൻ്റെ പൂർത്തീകരണം, ദൈവരാജ്യത്തിൻ്റെ സമീപനം, അനുദപിക്കേണ്ടതിൻ്റെ ആവശ്യകത, വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈ 4 കാര്യങ്ങളാണ് 15-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം ഇനിയും 1-ാം ഭാഗത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക്, യേശു ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ഇന്ന് കടക്കാം. 15-ാം വാക്യം കഴിഞ്ഞ് 1-16 മുതലുള്ള വാക്യങ്ങളിൽ, 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ശിഷ്യന്മാരെ വിളിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? തൻ്റെ സുവിശേഷ പ്രഘോഷണം തൻ്റെ മരണം വഴിയായി അവസാനിക്കാൻ പാടില്ല, അത് ലോകാവസാനം വരെയും തുടരേണ്ടതാണ് എന്നതുകൊണ്ട് അങ്ങനെ സുവിശേഷം ലോകാവസാനം വരെ തുടരാനുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. 1:16 നമ്മളിങ്ങനെ വായിക്കുന്നു: യേശു ഗലീലി കടലിൻ്റെ തീരത്തുകൂടി നടന്നു പോകുമ്പോൾ ശിമയോനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും കണ്ടു. അവരെ ശിഷ്യരാകാൻ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് അവരെ ശിഷ്യരാകാൻ യേശു ക്ഷണിക്കുന്നു. അവർ തങ്ങളുടെ വലയും വള്ളവും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് യേശുവിനെ അനുഗമിക്കുന്നു. 17-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ മറ്റൊന്ന് കാണുന്നു. യേശു കുറച്ചുകൂടി ദൂരെ സഞ്ചരിച്ച് അവിടെ മറ്റ് 2 സഹോദരന്മാരെ കാണുന്നു, യാക്കോബിനെയും യോഹന്നാനെയും. യേശു അവരെ കാണുന്നു, അവരെ വിളിക്കുന്നു. അവരോടൊപ്പം അവരുടെ പിതാവ് ഉണ്ടായിരുന്നു, സെബദി ഉണ്ടായിരുന്നു. പിതാവിനെയും വള്ളത്തെയും വലയെയും എല്ലാം ഉപേക്ഷിച്ച് അവർ യേശുവിനെ അനുഗമിക്കുന്നു. അപ്പോൾ ഈ 16 മുതൽ 20 വരെയുള്ള ഈ വാക്യങ്ങൾ ശിഷ്യത്വം എന്നാൽ എന്താണ് എന്ന് നമ്മെ ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. അതായത് ആദ്യത്തെ 2 സഹോദരങ്ങളെ യേശു കാണുമ്പോൾ യേശു കണ്ടു, അവരെ വിളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ 2 സഹോദരങ്ങളെ പറ്റിയും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശു അവരെ കണ്ടു, അവരെ വിളിച്ചു. നമുക്ക് മറ്റൊരു രംഗം കൂടി ഈ സുവിശേഷത്തിൽ കാണാൻ കഴിയും. അതായത് 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ യേശു ലേവി എന്ന് പറയുന്ന ആളിനെ വിളിക്കുന്ന കാര്യം. അവിടെയും യേശു ലേവിയെ കണ്ട് വിളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാണുക എന്ന ഈ ക്രിയ ഒരാളെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നതിൻ്റെ അവിഭാജ്യമായ ഘടകം ആണ് എന്ന് തോന്നുന്ന രീതിയിലാണ് മർക്കോസ് ഇത് വിവരിച്ചിരിക്കുന്നത്. പിന്നീട് സുവിശേഷത്തിൻ്റെ അവസാനം 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ കാണാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് യേശു നിങ്ങൾക്ക് മുൻപേ ഗലീലായിലേക്ക് പോയി, നിങ്ങൾ അവിടെ വെച്ച് അവനെ കാണും.
ഈ കാണുക എന്ന ഈ ക്രിയ ഗ്രീക്ക് ഭാഷയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിയയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൊറാവോ എന്ന് പറയുന്ന ഒരു ക്രിയ. ഈ ക്രിയയ്ക്ക് ഒത്തിരി ഏറെ അർത്ഥ തലങ്ങൾ ഉണ്ട്. പല വാക്കുകളുണ്ട് ഗ്രീക്ക് ഭാഷയിൽ കാഴ്ചയെപ്പറ്റി പറയാൻ. ബ്ലെപ്പോ അതൊരു വാക്കാണ്. എവറിസ്കോ അത് മറ്റൊരു വാക്കാണ്. എല്ലാ അർത്ഥം കാണുക എന്ന് തന്നെയാണ്. എന്നാൽ ഈ ഹൊറാവോ എന്ന വാക്കിന് ഒത്തിരി സവിശേഷതയുണ്ട്. എന്താണ് ആ സവിശേഷത എന്ന് വെച്ചാൽ, ബാഹ്യമായ ഒരു സാധനത്തെ കാണുക അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുകയോ കാണുമ്പോൾ ആ വ്യക്തിയുടെ ബാഹ്യതലത്തിലുള്ള രൂപമല്ല കാണുന്നത്, മറിച്ച് ആ വ്യക്തിയുടെ അന്തരാത്മാവിൻ്റെ സ്വഭാവത്തെ അതാണ് കാണുന്നത്. അപ്പോൾ ബാഹ്യതയിൽ ആന്തരികത കാണുന്ന കാഴ്ചയ്ക്കാണ് ഈ ഹൊറാവോ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 4 പേരെയും 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഈ 4 പേരെയും യേശു കണ്ട് വിളിച്ചു. അതുപോലെ ലേവിയെയും യേശു കണ്ട് വിളിച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ആളുകൾ യേശു വിളിച്ചപ്പോൾ ശിഷ്യന്മാരായവർ അല്ല, മറിച്ച് ഇവരിൽ ദൈവം നിക്ഷേപിച്ചിരുന്ന ശിഷ്യത്വത്തിൻ്റെ ഒരു സീഡ്, ഒരു വിത്ത് യേശു കണ്ടെത്തുകയും അങ്ങനെ ശിഷ്യത്വത്തിൻ്റെ വിത്ത് ഇവരിൽ പിതാവായ ദൈവം വിതച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് അവരെ തൻ്റെ ശിഷ്യന്മാരായിട്ട് വിളിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ അർത്ഥം, ശിഷ്യത്വം എന്ന് പറയുന്നത് യേശുവിൻ്റെ വിളിയിൽ ആരംഭിക്കുന്ന ഒന്നല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ അസ്തിത്വത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവം അവനിൽ നിക്ഷേപിക്കുന്ന ഒരു പ്രത്യേകമായ വരദാനമാണ്. ഈ വരദാനം യേശു കണ്ടെത്തുന്നു. പിതാവ് അവനെ ശിഷ്യനായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ട് അവരെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു അവരെ വിളിക്കുന്നത്. എന്നെ അനുഗമിക്കുക. കാരണം നിങ്ങൾ ശിഷ്യന്മാർ തന്നെയാണ്. പിതാവ് നിങ്ങളെ അപ്രകാരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ആ ശിഷ്യത്വം എന്ന് പറയുന്നത് പ്രായോഗിക തലത്തിൽ പ്രയോഗിക്കണം എന്ന് മാത്രമാണ്. അതുപോലെ ശിഷ്യത്വത്തോട് ബന്ധപ്പെട്ട മറ്റൊരു ആശയം, അത് ഒരു ഉപേക്ഷയുടെ ജീവിതമാണ്. തങ്ങൾക്കുള്ള സകലവും ആ വിളിച്ച രംഗത്ത് ഈ ശിഷ്യന്മാർക്കുണ്ടായിരുന്ന, ഈ 4 പേർക്കുണ്ടായിരുന്ന സകലതും, അത് വസ്തുക്കളാണ് ആകാം, അല്ലെങ്കിൽ വ്യക്തികളാകാം. വസ്തുക്കളെയും വ്യക്തികളെയും, രണ്ടാമത്തെ സഹോദരന്മാർ തങ്ങളുടെ പിതാവിനെയും ഉപേക്ഷിച്ചാണ് യേശുവിനെ അനുഗമിക്കുന്നത്. അപ്പോൾ വസ്തുക്കളെയും വ്യക്തികളെയും എല്ലാം ഉപേക്ഷിച്ച്, എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ യേശുവിനെ അനുഗമിക്കുന്ന അനുഗമനം, അതാണ് വാസ്തവത്തിൽ ശിഷ്യത്വം. യേശു അവർക്ക് ആകെ വാഗ്ദാനം ചെയ്യുന്നത്, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നാണ്. നിങ്ങൾ ഇതുവരെയും മീൻ പിടിക്കുന്ന ആളുകളായിരുന്നു, എന്നാൽ ഇനി നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന വാഗ്ദാനമല്ലാതെ നിങ്ങൾക്ക് ധനമോ പേരോ പ്രശസ്തിയോ സമൂഹത്തിൽ മാനമോ മറ്റെന്തെങ്കിലും നൽകാം എന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നില്ല. ആകെ യേശു വാഗ്ദാനം ചെയ്യുന്നത് അവർക്ക് യേശു കൊടുക്കാൻ പോകുന്ന ഉത്തരവാദിത്വത്തെപ്പറ്റി മാത്രമാണ്. ആ ഉത്തരവാദിത്വം എന്താണ്? മനുഷ്യരെ പിടിക്കുക, രക്ഷയിലേക്ക് പിടിക്കുക, നശിച്ചു പോകുന്ന മാനവകുലത്തെ രക്ഷയിലേക്ക് പിടിച്ച് മാറ്റുക, കടലിൽ മുങ്ങിത്താഴുന്ന, പാപക്കടലിൽ മുങ്ങിത്താഴുന്ന മനുഷ്യരെ അതിൽ നിന്ന് പിടിച്ച് രക്ഷിക്കുക. ഈ ഒരു ദൗത്യമല്ലാതെ മറ്റൊന്നും അവർക്ക് വാഗ്ദാനമായിട്ട് യേശു കൊടുക്കുന്നില്ല. അങ്ങനെ അവർ യേശുവിനെ അനുഗമിക്കുന്നു.
അപ്പോൾ ശിഷ്യത്വത്തെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇവിടെ ഉള്ളത്. ഇനിയും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 1:16 ഉപയോഗിച്ചിരിക്കുന്ന ഈ ഹൊറാവോ എന്ന ഈ ക്രിയ, അത് ശിഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലാണ്. അവിടെ യേശുവിനെ ശിഷ്യന്മാർ കാണും. അവിടെയും വാക്യം തന്നെയാണ്, ഹൊറാവോ എന്ന വാക്യം തന്നെയാണ്. അപ്പോൾ ഗലീലയിലേക്ക് പോയിരിക്കുന്ന യേശുവിനെ അവിടെ വെച്ച് ശിഷ്യന്മാർ കാണും എന്ന ആ ദൂതന്മാരുടെ നിർദ്ദേശം. എന്ന് വെച്ചാൽ അർത്ഥം, ഈ സുവിശേഷത്തിന് ഒരു പ്രത്യേകമായ ഇൻക്ലൂഷൻ ഉണ്ട്. ഇൻക്ലൂഷൻ എന്ന് വെച്ചാൽ അർത്ഥം, ഒരു പാസേജ് അതിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ഏതാണ്ട് ഒരേ വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗം മുഴുവനും ഒരു യൂണിറ്റാണ്, അല്ലെങ്കിൽ ഒരു ആശയമാണ് ഈ ഭാഗത്തിലൂടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് എഴുത്തുകാരൻ വായനക്കാരന് കൊടുക്കുന്ന സൂചനയാണത്. ആരംഭത്തിൽ ഒരു വാക്കിൽ തുടങ്ങുന്നു, അതേ വാക്കിൽ തന്നെ അവസാനിക്കുന്നു. എന്ന് വെച്ചാൽ 1:16 മുതൽ 16:7 വരെയുള്ള ഭാഗം ഒരു പ്രത്യേകമായ ആശയത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്താണ് ആ ആശയം? ശിഷ്യത്വം എന്ന ആശയം. ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ വാസ്തവത്തിൽ ഈ സുവിശേഷം ഒരു ഇൻക്ലൂഷൻ ഉണ്ട്. ഈ സുവിശേഷത്തിൽ ഒരു ഇൻക്ലൂഷൻ ഉണ്ട്. ആ ഇൻക്ലൂഷൻ ഇതാണ്. ഹൊറാവോ എന്ന വാക്കുകൊണ്ട്, കാണുക എന്ന വാക്കുകൊണ്ടാണ് ഈ ഇൻക്ലൂഷൻ തീർത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം 1:21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, യേശു കഫർനൗം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സാബത്ത് ദിവസം സിനഗോഗിൽ പോയി അവിടെ ജനങ്ങളെ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ സമ്മറി 15-ാം വാക്യത്തിലുണ്ട്. 16 മുതൽ 20-ാം വാക്യം വരെ യേശു തൻ്റെ ആ പ്രഘോഷണ ദൗത്യം തുടരുവാനുള്ളതായ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം യേശു കഫർനൗമിലെ ഒരു സിനഗോഗിൽ പ്രസംഗിക്കുന്ന കാര്യമാണ് 21 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അവിടെ യേശു ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, യേശു പ്രസംഗിക്കുന്നു. പക്ഷേ ആ പ്രസംഗത്തെപ്പറ്റി മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അത് കേട്ടുകൊണ്ടിരുന്ന ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു പോയി, വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്: തങ്ങളുടെ റബ്ബിമാർ പഠിപ്പിക്കുന്നത് പോലെയല്ല യേശു പഠിപ്പിക്കുന്നത്, അധികാരമുള്ളവനെ പോലെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഈ അധികാരം എവിടെ നിന്ന്? അല്ലെങ്കിൽ ഈ വെറും യുവാവ് മാത്രമായ, ജീവിത പരിചയമൊന്നുമില്ലാത്തതായ ഈ യേശുവിന് ഇത്ര വലിയ ജ്ഞാനം എവിടെ നിന്ന്? ഈ യേശുവിന് ഇത്ര വലിയ അധികാരം എവിടെ നിന്ന് എന്ന ചോദ്യങ്ങളാണ് അവരുടെ മനസ്സിൽ വന്നുദിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വിസ്മയഭരിതരായി യേശുവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ മർക്കോസ് അദ്ദേഹത്തിൻ്റെ ക്രിസ്റ്റോളജി, അദ്ദേഹത്തിൻ്റെ ക്രിസ്തു ശാസ്ത്രം ആരംഭിക്കുക. ആരാണ് യേശു? യേശു വിസ്മയ പുരുഷനാണ്. എല്ലാവരുടെയും മനസ്സിൽ വിസ്മയം ഉദിപ്പിക്കുവാൻ കഴിയുന്ന വ്യക്തിയാണ് യേശു. അവിടുത്തെ വചനം കൊണ്ടും പിന്നെ പ്രവൃത്തി കൊണ്ടും. അത് നമ്മൾ ഇപ്പം കാണും. അപ്പോൾ പ്രസംഗിച്ച് ജനങ്ങളെ വിസ്മയിപ്പിച്ച യേശു, അത് പ്രസംഗത്തിൻ്റെ ഭാഷ കൊണ്ടാണെന്നല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രസംഗത്തിൻ്റെ ബാഹ്യ തലത്തിലുള്ള എന്തെങ്കിലും കാര്യം കൊണ്ടല്ല ആളുകൾ വിസ്മയിക്കുന്നത്, മറിച്ച് യേശുവിൻ്റെ ആ അധികാരം, പ്രസംഗത്തിലൂടെ യേശു പ്രകടമാക്കിയ തൻ്റെ അധികാരം, അതുകൊണ്ട് ആളുകൾ വിസ്മയിച്ചു പോയി. പിന്നീട് നമ്മൾ അവിടെ കാണുന്നത്
ആ സിനഗോഗിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ പിശാച് ബാധയുള്ളവനായിരുന്നു. യേശു ആ മനുഷ്യനെ പിശാച് ബാധയിൽ നിന്ന് രക്ഷിക്കുന്നു, പിശാചിനെ ഒഴിപ്പിക്കുന്നു. പിശാച് ആദ്യം നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യേശു ആ പിശാചിനെ സൈലൻസ് ചെയ്തിട്ട് നിശബ്ദനാകാൻ പറഞ്ഞിട്ട് യേശു അവരിൽ നിന്ന് പിശാചിനെ ഒഴിക്കുന്നു. ഇത് കണ്ടിട്ടും അവിടെ സിനഗോഗിലുണ്ടായിരുന്ന ആളുകൾ വിസ്മയഭരിതരായിത്തീരുന്നു എന്നാണ് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വചനം കൊണ്ട് വിസ്മയം ഉളവാക്കുന്നവൻ, പ്രവൃത്തി കൊണ്ട് വിസ്മയം ഉളവാക്കുന്നവൻ, അതാണ് യേശു. ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെ ആദ്യത്തെ പാഠം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ഈ സംഭവത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ സുവിശേഷത്തിൽ ഈ സംഭവങ്ങളുടെ ഈ രണ്ടിൻ്റെയും പ്രാധാന്യം എന്താണ്? യേശുവിൻ്റെ സമ്മറി പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? യേശു ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതുവരെയും മനുഷ്യൻ്റെ വചനത്തിൽ നിലനിന്നിരുന്ന ആളുകൾ, മനുഷ്യവചനം ബലഹീനമാണ്, അതിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, അത് സൃഷ്ടിപരമല്ല, അങ്ങനെയുള്ള മനുഷ്യൻ്റെ ബലഹീനമായ വചനം കൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾക്ക് അധികാരപൂർവകമായ ദൈവവചനം കൊടുത്തുകൊണ്ട് അവരെ ദൈവ രാജ്യത്തിലേക്ക് യേശു പ്രവേശിപ്പിക്കുന്നു. ഇതുവരെയും പിശാചിൻ്റെ ഭരണത്തിൽ ആയിരുന്ന ഈ മനുഷ്യൻ, അവനെ പിശാചിനെ ഒഴിപ്പിച്ച് രക്ഷിച്ചുകൊണ്ട് യേശു പിശാചിൻ്റെ രാജ്യത്തിൽ നിന്ന് ഈ മനുഷ്യനെ ദൈവ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ യേശു 1:15 പറഞ്ഞ കാര്യം, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ കാര്യം യേശു നേരിട്ട് നിറവേറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളുടെ പ്രാധാന്യം ഇതാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് യേശു സിമെയോൻ്റെ വീട്ടിൽ പ്രവേശിക്കുകയും രോഗിയായിരുന്ന സിമെയോൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നതായ കാര്യമാണ്. ഇതിന് ഒത്തിരി പ്രാധാന്യമുള്ളതുകൊണ്ട് അതും കൂടി ഞാൻ ഈ ക്ലാസ്സിൽ അത് ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. വേറെ കുറച്ച് കാര്യം കൂടി ഞാൻ പറയും. സിമെയോൻ്റെ അമ്മായിയമ്മയുടെ അടുക്കൽ യേശു ചെല്ലുന്നു. എങ്ങനെയാണ് അവളെ സുഖപ്പെടുത്തിയത്? യേശു നിൻ്റെ രോഗം സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല, അവൾ പനി ബാധിച്ച് കിടപ്പിലായിരുന്നു, നിൻ്റെ രോഗം ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ പിശാചിനെ ഞാൻ പുറത്താക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല, വാക്കുകൊണ്ടല്ല അവിടെ പ്രവർത്തിക്കുന്നത്. യേശു ആ സ്ത്രീയെ കയ്യിൽ പിടിച്ച് ഉയർത്തി സുഖപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ആ സ്ത്രീയെ കയ്യിൽ പിടിച്ച് ഉയർത്തി, അവൾ സുഖപ്പെട്ടു. എന്നിട്ട് പറയുന്നു, മർക്കോസ് പറയുന്നു, അവൾ ഉടനെ എന്താ ചെയ്തത്? യേശുവിൻ്റെ കൂടെ വന്നവർക്കും അവൾ ശുശ്രൂഷ ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുകയോ ഒക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്ന ആ സ്ത്രീ ഒരു നിമിഷം കൊണ്ട് എഴുന്നേൽക്കുന്നു. അവളുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നു. ഉടനെ തന്നെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവൾ ശക്തയായിത്തീരുന്നു. ഒരു കാര്യം നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കാനുണ്ട്. യേശു ക്രിസ്തു നൽകുന്നതായ രോഗശാന്തി എന്ന് പറയുന്നത് വൈദ്യന്മാർ നൽകുന്ന രോഗശാന്തി പോലുള്ള രോഗശാന്തി അല്ല. വൈദ്യന്മാർ രോഗത്തിൻ്റെ അണുക്കളെ നശിപ്പിച്ച് കൂടുതൽ വഷളാകാതിരിക്കാനുള്ളതായ കഴിവ് നമുക്ക് തരുന്നു. യേശു അങ്ങനെയല്ല. യേശു രോഗാണുക്കളുടെ മേലല്ല യേശുവിൻ്റെ പ്രവർത്തനം. യേശുവിൻ്റെ പ്രവർത്തനം ആ വ്യക്തിയുടെ മേലാണ്. ആ വ്യക്തിയെ ഉയർത്തുക, റിസ്റ്റോർ ചെയ്യുക, അതാണ് യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ട് യേശു ഒരാൾക്ക് രോഗശാന്തി കൊടുത്താൽ ആ നിമിഷം തന്നെ
അയാൾ നല്ല ആരോഗ്യമുള്ളവനായി തീരും എന്ന സൂചന ഇവിടെയുണ്ട്. വേറെ കാര്യം കൂടി ഇവിടെ നമ്മൾ ഓർക്കാനുണ്ട്. ഇത് ആദ്യത്തെ യേശുക്രിസ്തു ആദ്യമായിട്ട് ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന രോഗശാന്തിയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, ഈ പുസ്തകത്തിന് 2 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. 8:30 അവസാനിക്കുന്ന 1-ാം ഭാഗവും 15:39 അവസാനിക്കുന്ന 2-ാം ഭാഗവും. ഈ 2 ഭാഗങ്ങളും നമ്മൾ വായിച്ച് പോകുമ്പോൾ നമ്മെ വല്ലാതെ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ആദ്യമായിട്ട് യേശു ക്രിസ്തു ഒരു സ്ത്രീക്ക് രോഗശാന്തി കൊടുക്കുമ്പോൾ യേശു ചെയ്യുന്നത് അവളെ പിടിച്ച് ഉയർത്തുന്നു, കയ്യിൽ പിടിച്ച് ഉയർത്തുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 5-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരോടും മറ്റ് ജനക്കൂട്ടത്തോടും കൂടി കടന്നു പോകുമ്പോൾ ഒരു രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നു യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ച് രോഗശാന്തി സ്വീകരിച്ചു പോകുന്നതാണ്. ആ യാത്ര ചെന്നെത്തുന്നത് യായിറോസിന് വീട്ടിലാണ്. അവിടെ യായിറോസിൻ്റെ മകൾ, 12 വയസ്സുള്ള മകൾ മരിച്ചു കഴിഞ്ഞിരുന്നു യേശു ചെല്ലുമ്പോഴേക്കും. ആളുകൾ അവളെ അടക്കം ചെയ്യാൻ വേണ്ടിയുള്ളതായ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുകയാണ്. അവിടെ കുഴൽ ഊത്ത് ഉണ്ട്, വിലപിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ എല്ലാം. അതായത് ഈ മരിച്ച ആളിനെ അടക്കം ചെയ്യാൻ വേണ്ടിയുള്ളതായ കാര്യങ്ങളാണ് ഇതെല്ലാം. യേശു അങ്ങോട്ട് ചെന്നിട്ട് ആ പെൺകുട്ടിയെ കയ്യിൽ പിടിച്ച് ഉയർത്തി, തലീത്താക്കൂം എന്ന് പറഞ്ഞ് അവളെ ഉയർത്തി അവൾക്ക് രോഗശാന്തിയും അല്ലെങ്കിൽ അവൾക്ക് പുനർജീവനവും കൊടുത്തു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോഴെല്ലാം ഇതുപോലുള്ളതായ കുറേയേറെ സംഭവങ്ങൾ യേശു സ്ത്രീകൾക്ക് നൽകുന്നതായ ആ രോഗശാന്തിയെ പറ്റിയെല്ലാം. ഒരു സിറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. അവൾ വന്ന് യേശുവിനോട് ചോദിക്കുന്നത്, എൻ്റെ മകളെ പിശാച് ബാധിച്ചിരിക്കുന്നു, നീ വന്ന് അവളെ സുഖപ്പെടുത്തണമെന്നാണ്. യേശു അവളെ സുഖപ്പെടുത്തി. ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനി നമ്മൾ 2-ാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അവിടെയൊക്കെ കുറേ സ്ത്രീകളെല്ലാം യേശുവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. അവരെല്ലാം യേശുവിന് സേവനം ചെയ്യുകയാണ് ചെയ്യുന്നത്. 1-ാം ഭാഗത്ത് യേശു സ്ത്രീകൾക്ക് സേവനം ചെയ്യുന്നു, അവർക്ക് രോഗശാന്തി കൊടുക്കുന്നു, അവരെ പിടിച്ചുയർത്തുന്നു, മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ. എന്നാൽ 2-ാം ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന എല്ലാ സ്ത്രീകളും യേശുക്രിസ്തുവിന് അല്ലെങ്കിൽ സഭയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഉദാഹരണത്തിന് ആ ദരിദ്രയായ വിധവ, അവൾ 2 നാണയങ്ങൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നു. യേശു അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നുണ്ട്. യേശു ശിഷ്യന്മാരെ കാണിക്കുന്നുണ്ട്, അവൾക്കുള്ളതെല്ലാം ഈ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ യേശുവിൻ്റെ മരണത്തിന് ശേഷമുള്ള ആ സമയം അവിടെ എന്താ നടക്കുന്നത് നോക്കുക. യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് യേശുവിനെ അടക്കുന്ന സമയത്ത് ശിഷ്യന്മാരാരും തന്നെ അവിടെ ഇല്ല. സ്ത്രീകൾ കുറച്ച് അകലെ നിന്നുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു എന്ന് മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ സമയമായപ്പോഴേക്കും യേശുവിൻ്റെ പുരുഷ ശിഷ്യന്മാരെല്ലാം തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഓടി ചിതറിപ്പോയി. എന്നാൽ സ്ത്രീകൾ അവർക്ക് വരാൻ കഴിയുന്ന അത്രയും അടുത്ത് വന്ന് യേശുവിനെ അടക്കുന്ന കാര്യങ്ങളെല്ലാം അവർ കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് മർക്കോസ് പറയുന്നു, സാബതം കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അവർ യേശുവിൻ്റെ കല്ലറയിലേക്ക് ഓടി വരുന്നു, യേശുവിനെ കാണാൻ വേണ്ടി, അവിടെ സുഗന്ധങ്ങൾ അർപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഈ രീതിയിൽ മർക്കോസ് ഈ സുവിശേഷത്തെ സംവിധാനം ചെയ്തിരിക്കുന്നതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് മർക്കോസിൻ്റെ സുവിശേഷത്തിന് അകത്ത് മറ്റൊരു സുവിശേഷമുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സുവിശേഷമുണ്ട്. അതായത് താണു കിടക്കുന്ന അല്ലെങ്കിൽ മർദ്ദിതരായിരിക്കുന്ന, ഉയരാൻ
അനുവദിക്കാതെ സ്ത്രീകളെ താഴ്ത്തി ഇട്ടിരിക്കുന്ന ഈ മനുഷ്യ ലോകം, അതിൽ നിന്ന്, ഈ താഴ്ചയിൽ നിന്ന് സ്ത്രീകളെ ഉയർത്തുവാൻ കഴിയുന്ന യേശു, ആ യേശുവിൻ്റെ കൈകളിൽ അവരെത്തിക്കഴിഞ്ഞാൽ യേശു അവരെ ഉയർത്തും. അവരെ ഉയർത്തിയാൽ അവർക്ക് യേശുവിനും സഭയ്ക്കും സമുദായത്തിനും നന്മ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരു വലിയ സത്യം, അതൊരു സുവിശേഷമാണ്, സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരു സുവിശേഷം. അങ്ങനെ ഒരു സുവിശേഷം ഈ സുവിശേഷത്തിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ശിമയോൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയ ഈ സംഭവം, ഇതിന് മറ്റൊരു തലത്തിലുള്ള അർത്ഥം കൂടിയുണ്ട്. യേശു ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ എന്താ ചെയ്തത്? അവർ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ വായനക്കാരൻ്റെ മനസ്സിൽ കയറി വരാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ കൂടെ ഇവർ ഇറങ്ങിപ്പോയാൽ ഇവരുടെ കാര്യം, ഇവരുടെ കുടുംബത്തിൻ്റെ കാര്യം, ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ആളുകളുടെ കാര്യം ആര് നോക്കും? പത്രോസ് മീൻ പിടിക്കാൻ വന്നത് തനിക്ക് വേണ്ടി മാത്രമല്ല, തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഈ അമ്മായിയമ്മയ്ക്കും വേണ്ടിയൊക്കെയാണ്. അതുപോലെ മറ്റുള്ളവരും മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ അതെല്ലാം, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, കുടുംബത്തിൽ തങ്ങളെ കാത്തിരിക്കുന്ന ജനങ്ങളെയെല്ലാം മറന്നിട്ട് യേശുവിൻ്റെ പിറകെ പോയാൽ ആ ആളുകളെ, അവരുടെ കാര്യം ആര് നോക്കും? അതിന് മർക്കോസിന് ഉത്തരവുണ്ട്. നമ്മെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളെ ഉപേക്ഷിച്ച് നമ്മൾ യേശുവിൻ്റെ പിറകെ പോയാൽ യേശു നമ്മെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളെ സഹായിച്ചുകൊള്ളും, അവർക്ക് വേണ്ടത് കൊടുത്തുകൊള്ളും. അപ്പോൾ ഈ സ്ത്രീയെ സുഖപ്പെടുത്തിയത് വാസ്തവത്തിൽ കുടുംബത്തെപ്പറ്റി ചിന്തിക്കാതെ ഇറങ്ങി വന്ന പത്രോസിൻ്റെ ആ ജനറസ് ആയിട്ടുള്ള ആ ആക്ഷനെ, ഉദാരമായിട്ടുള്ള ആ ആക്ഷന് യേശു കൊടുക്കുന്ന മറുപടിയാണ്. യേശുവിനെ ആരും ആ വീട്ടിലേക്ക് ക്ഷണിച്ചില്ല. യേശു അങ്ങ് കയറി ചെല്ലുകയായിരുന്നു. സിനഗോഗിൽ പ്രസംഗിച്ച് ഈ പിശാച് ബാധിതന് സുഖം കൊടുത്തതിന് ശേഷം യേശു നേരെ ആ വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു. യേശുവിനോട് ആരും പറയുന്നില്ല അങ്ങോട്ട് ചെല്ലണമെന്ന്. ചെന്നതിന് ശേഷമാണ് ആളുകൾ പറയുന്നത് ഇങ്ങനെ ഒരു സ്ത്രീ സുഖമില്ലാതെ കിടപ്പുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഡിപ്പെൻഡൻസിനെ മറന്ന് യേശുവിനെ നമ്മൾ അനുഗമിക്കുമ്പോൾ യേശു അവരുടെ കാര്യം നോക്കിക്കൊള്ളും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഇവിടെ ഒളിഞ്ഞ് ഇരിപ്പുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കേണ്ട അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നീട് അനേക സംഭവങ്ങൾ, അതെല്ലാം നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുകയില്ല. ഈ 4 പേർക്ക് ശേഷം പിന്നെ യേശു വിളിക്കുന്നത് ലേവിയെയാണ്. ലേവി, ഞാൻ നേരത്തെ പറഞ്ഞു, ലേവിയെ വിളിക്കുന്ന സ്ഥലത്ത് പോലും, അതായത് 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലൊക്കെ ലേവിയെ വിളിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം കണ്ടു എന്ന് പറഞ്ഞതിന് ശേഷം ലേവിയെ ശിഷ്യനായിട്ട് വിളിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ഈ കാഴ്ച എന്താണ്? യേശു കാണുന്നത് ദൈവം ഈ മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്ന ശിഷ്യത്വത്തിൻ്റെ വിത്ത് യേശു കണ്ടെത്തുകയും ദൈവം ഇവനെ അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളെ തൻ്റെ ശിഷ്യനായിട്ട് സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് എവിടെയും യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തന രീതി. നമുക്ക് ഇനിയും 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോയാൽ അവിടെ നമുക്ക് ആദ്യമായിട്ട് യേശു ക്രിസ്തു ഒരു തളർവാദക്കാരനെ സുഖപ്പെടുത്തുന്ന കാര്യമാണ് കാണാൻ കഴിയുന്നത്. ആ തളർവാദക്കാരനെ യേശു സുഖപ്പെടുത്തുന്നു. അവിടെ ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ടാകുന്നു. അതായത് യേശു പറയുന്നത് നിൻ്റെ പാപങ്ങൾ ഞാൻ മോചിച്ചിരിക്കുന്നു എന്നാണ്. അതിനെപ്പറ്റി ആളുകൾ ചോദിക്കുന്നു, ഇവനെങ്ങനെ പാപം മോചിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നു. യേശു പറയുന്നു, മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് എന്ന മുഖവരയോടെ ആ മനുഷ്യന് രോഗശാന്തി, ആ തളർവാദക്കാരനെ സുഖപ്പെടുത്തി വിടുന്നു. യേശു തനിക്ക് ഈ ഭൂമിയിൽ രോഗശാന്തി മാത്രമല്ല, പ്രസംഗിക്കാൻ മാത്രമല്ല, പാപം മോചിക്കാനും അധികാരമുണ്ടെന്ന് അങ്ങനെ പഠിപ്പിക്കണം. പക്ഷേ അവിടെ വേറൊരു കാര്യം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ യേശുവിന് വിരുദ്ധമായിട്ടുള്ള എതിർപ്പ്, വിരുദ്ധതയുടെ ആരംഭം അവിടെയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ
ചോദിക്കുന്നു, ഇവന് ഈ അധികാരം ആര് കൊടുത്തു, ഇവനെങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയും? അപ്പോൾ കോൺട്രോവേഴ്സി അവിടെ ആരംഭിക്കുകയാണ്. പിന്നീട് അടുത്ത ഓരോ സ്ഥലത്തും ലേവിയെ വിളിക്കുന്നതിന് ശേഷം യേശു ലേവിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറേ ടാക്സ് കളക്ടേഴ്സ് അവിടെ വരുന്നു, ചുങ്കം പിരിക്കുന്ന ആളുകൾ, ചുങ്കക്കാർ അവിടെ വരുന്നു. അപ്പോൾ ആളുകൾ ചോദിക്കുന്നു, ഇവൻ എങ്ങനെയാണ് ചുങ്കക്കാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? ഇവൻ ദൈവത്തിനാണെങ്കിൽ, അല്ലെങ്കിൽ മിശിഹയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവൻ ആധ്യാത്മിക ജീവിതമുള്ളവനാണെങ്കിൽ ഈ ചുങ്കക്കാരെ പോലെയുള്ളതായ ഔട്ട്കാസ്റ്റിനെ, പുറന്തള്ളപ്പെട്ടതായ ആളുകളുടെ കൂടെ എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നു. പിന്നെ ഓരോന്നും ഇങ്ങനെ ചോദ്യങ്ങൾ തന്നെ, കോൺട്രവേഴ്സി ഇങ്ങനെ വർദ്ധിച്ച് അത് അവസാനിക്കുന്നത് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന സംഭവത്തിലാണ്. അതായത് യേശു ഒരു സിനഗോഗിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ സിനഗോഗിൽ ഒരു കൈ ശോഷിച്ച മനുഷ്യനുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കി, അവിടെ ഫരിസേയരും മറ്റും ഇരിപ്പുണ്ട്. യേശു ആ കൈ ശോഷിച്ച മനുഷ്യനോട് നടുക്കോട്ട് വന്ന് നിൽക്കാൻ പറയുന്നു. അവൻ വന്ന് നിൽക്കുന്നു. എന്നിട്ട് എല്ലാവരും കാണുകെ യേശു അവൻ്റെ കൈ സുഖപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? ആ സിനഗോഗിലുണ്ടായിരുന്ന ആളുകൾ, അതായത് ഈ ഫരീസേയർ പുറത്തിറങ്ങി ഹെറോദ്യൻസ് എന്ന് പറയുന്ന, ഹെറോദ് പക്ഷക്കാർ എന്നായിരിക്കും മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഈ ഹെറോദ് പക്ഷക്കാരുമായിട്ട് ആലോചിക്കുന്നു. എന്താണ് ആലോചന? ഇവനെ എങ്ങനെ വകവരുത്തണം, യേശുക്രിസ്തുവിനെ എങ്ങനെ വകവരുത്തണം എന്ന് അവർ ആലോചിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ യേശുവിനെതിരായിട്ടുള്ളതായ ശത്രുത അതിൻ്റെ മാക്സിമം, അതിൻ്റെ ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ ഉള്ള ഓരോ സംഭവത്തിലും നമുക്ക് ഈ യേശുവിനെതിരായിട്ടുള്ളതായ ശത്രുത മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഈ ശത്രുതയുടെ ലക്ഷ്യം യേശുവിനെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുക മാത്രമല്ല, യേശുവിനെ വകവരുത്തുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളതായ ഈ വൈരുദ്ധ്യം അവസാനം എത്തിയ ആ വകവരുത്തലാണ് കുരിശിൽ നമ്മൾ കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഇതെല്ലാം പറഞ്ഞു പോകാൻ പറ്റുകയില്ല, സമയമില്ല. നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. ഈ സുവിശേഷത്തിലെ വേറൊരു പ്രധാനപ്പെട്ട ടീച്ചിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെ ഉള്ള ഭാഗം, 1 മുതൽ 34 വരെയുള്ള ഭാഗം പ്രധാനപ്പെട്ട ഉപമകൾ പറയുന്ന ഭാഗമാണ്. അതിൽ 1-ാം വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനായിട്ട് എടുക്കാൻ കഴിയും. പിന്നെ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെ ഉള്ളത് ഉപമകളെപ്പറ്റി പറയുന്ന കാര്യമാണ്. അതും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതും ഒരു ഇൻക്ലൂഷനാണ്. അതായത് 4:2 പാരബിൾ അല്ലെങ്കിൽ ഉപമ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. 34-ലും അതേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അർത്ഥം 2 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഒരു യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് പാരബിൾ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉപമ എന്ന് വെച്ചാൽ എന്താണെന്നാണ് അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അത് അല്പം വിശദമായിട്ട് കാണാൻ കഴിയും. അതായത് യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? യേശു ആദ്യം ഒരു വിതക്കാരൻ്റെ ഉപമ പറയുന്നു. ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോകുന്നു എന്ന കാര്യം പറയുന്നു. രണ്ടാമത് യേശു പറയുന്നത് വിതച്ച വിത്ത് മുളയ്ക്കുന്ന ഒരു ഉപമയാണ് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് മുളച്ച് വളർന്ന വിത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ അധ്യായത്തിൽ ഉപമ, പിന്നെ ചെറിയ സിമിലികളൊക്കെ ഉണ്ട്. അത് ഒരു ലക്ഷണമൊത്ത ഉപമകളല്ല. പ്രധാനമായിട്ടും 3 ഉപമകളാണ് ഈ 4:2 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. 3 ഉപമകൾ. ഈ 3 ഉപമകളും വിത്തിനെ സംബന്ധിക്കുന്ന ഉപമയാണ്. വിത്ത് വിതയ്ക്കുന്ന ഉപമ, വിത്ത് വളരുന്ന സ്പ്രൗട്ട് ചെയ്യുന്ന, അത് വളരാൻ തുടങ്ങുന്ന ആ ഉപമ, പിന്നെ വിത്ത് വളർന്നു കഴിഞ്ഞ ഉപമ. ഈ 3 ഉപമകളാണ് അവിടെ പറയുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇവിടെയാണ് ആദ്യമായിട്ട് യേശുവിൻ്റെ ഉപമകളുടെ ശരിയായിട്ടുള്ള രൂപം നമ്മൾ കാണുന്നത്. എന്താണ് ഉപമ എന്ന കാര്യം കൂടി
ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് എന്തിനാണ് ഉപമയെയും വിത്തിനെയും തമ്മിൽ ഇവിടെ ബന്ധിച്ച് കാണിച്ചിരിക്കുന്നത്? ഉപമ എന്ന് പറയുന്നത് വിത്ത് പോലെയാണ്. നമുക്കറിയാം, വിത്ത് കാഴ്ചയിൽ അത് ഏതാണ്ട് നിർജീവമായിട്ട് നമുക്ക് തോന്നും. നമുക്ക് വേണമെങ്കിൽ നെല്ലിൻ്റെയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെയോ മറ്റൊക്കെ വിത്തുകൾ നമുക്ക് പോക്കറ്റിലിട്ട് നടക്കാം, നമ്മളൊന്നും ചെയ്യത്തില്ല. എന്നാൽ അത് മുളച്ച് മരമായി കഴിഞ്ഞാലോ പിന്നെ അത് പോക്കറ്റിലിട്ട് നടക്കാൻ പറ്റുകയില്ല. അപ്പോൾ ആരംഭത്തിൽ വളരെ നിസ്സാരമായിട്ട്, എന്ന് മാത്രം നിസ്സാരത മാത്രമല്ല നിർജീവം എന്ന നിലയിൽ തന്നെയാണ് അത് ഇരിക്കുന്നത്. പക്ഷേ ആ വിത്ത് നനവുള്ള ഒരു സ്ഥലത്ത് വീഴുകയാണെങ്കിൽ അത് പതുക്കെ സ്പ്രൗട്ട് ചെയ്യാൻ, അത് പതുക്കെ മുളയ്ക്കാൻ തുടങ്ങും. മുളച്ച് അത് വലിയ വൃക്ഷമായി നിൽക്കും. അതിൽ ഒത്തിരി ഫലങ്ങൾ ഉണ്ടായെന്നും ഇരിക്കും. ഉപമ എന്ന് പറയുന്നതും ഇതാണ്. അതായത് കേൾവിക്കാരന് ആരംഭത്തിൽ വെറും നിസ്സാരമെന്ന് തോന്നുമെങ്കിലും, അത് സാധാരണ കേൾവിക്കാരൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, വെറും സാധാരണമാണ് ഇത്, ഇതിനകത്ത് കാര്യമൊന്നുമില്ല എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥമായും ഒരുക്കപ്പെട്ട ഹൃദയത്തിലാണ് ഈ ഉപമ വീഴുന്നതെങ്കിൽ അവിടെ അത് സ്പ്രൗട്ട് ചെയ്യും, അത് വളരും, അത് ഫലം കായ്ക്കുകയും ചെയ്യും. അങ്ങനെ വിത്തും ഉപമയും തമ്മിൽ വലിയ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷകൻ ഉപമകളെല്ലാം വിവരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഒത്തിരിയേറെ ഉപമകളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉപമകളാണ് ഈ 4-ാം അധ്യായത്തിലുള്ളത്. അതിൻ്റെ പ്രാധാന്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഉപമ എന്ന് വെച്ചാൽ വിത്ത് പോലെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരുക്കപ്പെട്ട ഹൃദയം ഉണ്ടാകണം, നനവുള്ള ഹൃദയം ഉണ്ടാകണം, അനുതാപമുള്ള ഹൃദയം ഉണ്ടാകണം. അനുതാപമുള്ള ഹൃദയത്തിലാണ് ഈ ഉപമകൾ എന്ന് പറയുന്ന വിത്ത് വീഴുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതവിടെ മുളയ്ക്കും, വളരും, ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഉപമകളെപ്പറ്റി ഞാൻ ഇനിയും കൂടുതലായിട്ട് ഒത്തിരി പറയാൻ പറ്റുമായിരുന്നു, പക്ഷേ നമുക്ക് സമയമില്ല. നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഈ 1-ാം ഭാഗത്തെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം 6ഉം 8ഉം അധ്യായങ്ങളിലായിട്ട് പറയുന്ന 2 അപ്പം വർദ്ധിപ്പിക്കൽ അത്ഭുതങ്ങളാണ്. 6-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും. 6-ാം അധ്യായത്തിൽ യേശു ഒരു വിജന പ്രദേശത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ ഒത്തിരിയേറെ ആളുകളുണ്ട്. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ എന്ന് പറയുന്നു, സന്ധ്യയായാലോ ഇവരെ പറഞ്ഞു വിടുക, എവിടെയെങ്കിലും പോയി പലതും ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നു. യേശു പറയുന്നു, അല്ല, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന്. അവർ അന്വേഷിച്ച് നടക്കുന്നു. അവർക്ക് 5 അപ്പം കിട്ടുന്നു, 2 മീനും, 5 അപ്പവും 2 മീനും. എന്നിട്ട് അതെടുത്ത് യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരുന്നു. യേശു അത് ആശീർവദിച്ച് അവർക്ക് കൊടുക്കുന്നു. 5000 പുരുഷന്മാരും ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉണ്ടായിരുന്ന ആ സദസ്സ്, ആ സമൂഹം മുഴുവനും തൃപ്തിയാകത്തക്കവണ്ണം ഭക്ഷണം കഴിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ അത്ഭുതത്തിൻ്റെ ആന്തരികമായ അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള അർത്ഥം? ഈ അത്ഭുതം വിവരിക്കുന്നതിന് തൊട്ട് മുൻപ് മർക്കോസ് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായിരുന്ന യോഹന്നാൻ്റെ അന്ത്യത്തെ പറ്റിയാണ്. യോഹന്നാൻ പ്രസംഗിച്ച കൂട്ടത്തിൽ ഹെറോദേസ് രാജാവിൻ്റെ അധാർമികമായ ജീവിതത്തെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചു. ആരാണ് ഈ ഹെറോദേസ്? ഈ ഹെറോദേസ് യേശു ജനിച്ച സമയത്തുണ്ടായിരുന്ന ഹെറോദേസ് അല്ല. യേശു ജനിച്ചത് ഏതാണ്ട് BC 4-ലാണെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ധാരണ. അപ്പോൾ ആ സമയത്ത് പലസ്തീന ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് ഹെറോഡ് ദ ഗ്രേറ്റ്, മഹാനായ ഹെറോദ് എന്ന് പറയുന്ന ആളായിരുന്നു. ആ മനുഷ്യൻ BC 4-ൽ മരിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരിൽ 3 പേർക്ക്, പല പുത്രന്മാരുണ്ടായിരുന്നു. കുറച്ച് പേരെ, ഈ ഹെറോദേസ് സാധാരണ മനുഷ്യനൊന്നുമല്ല, ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ 1-ാം സമ്മാനം വാങ്ങിക്കാവുന്ന അത്രയേറെ വലിയൊരു ദുഷ്ടനായിരുന്നു ഈ ഹെറോദേസ്. ഈ 4-ാം വർഷത്തിൽ മരിച്ച ഹെറോദേസ്.
അദ്ദേഹത്തിന് പല മക്കളുണ്ടായിരുന്നു, ആൺമക്കളിലും പെൺമക്കളും ഒക്കെ. ആൺമക്കളിൽ നല്ലൊരു ഭാഗത്തെയും അയാൾ തന്നെ വധിച്ചു. ബാക്കി ശേഷിച്ച 4 പേരിൽ 3 പേർക്ക് തൻ്റെ രാജ്യം 3ആയിട്ട് ഭാഗിച്ചു കൊടുത്തു. അങ്ങനെ വിൽപത്രം എഴുതി വെച്ചിട്ടാണ് ഈ ഹെറോദേസ് മരിച്ചത്. ഹെറോദേസ് മരിച്ചതിന് ശേഷം ഈ വിൽപത്രം റോമൻ ചക്രവർത്തി അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ യൂദയ, അതായത് ജെറുസലേം ഉൾപ്പെടുന്നതായ ആ ഭാഗമെല്ലാം ആർക്ലേവൂസ് എന്ന് പറയുന്ന ഒരു മകനും ഗലീലി എന്ന് പറയുന്ന സ്ഥലം ഉൾപ്പെടുന്ന കുറേ പ്രദേശം അന്തിപ്പാസ് എന്ന് പറയുന്ന ആളിനും, പിന്നെ ഇദൂമിയ മുതലായിട്ടുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ യഹൂദന്മാരല്ല താമസിക്കുന്നത്, വിജാതിയരാണ് താമസിക്കുന്നത്. ആ പ്രദേശങ്ങളെല്ലാം ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാളിനുമായിട്ട് അങ്ങനെ 3 പേർക്കായിട്ട് രാജ്യം വിഭജിച്ചു കൊടുത്തു. അങ്ങനെ ഹെറോദേസിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായ ഗലീലി ഭരിക്കുന്ന ആളിൻ്റെ പേര് യഥാർത്ഥത്തിൽ അന്തിപ്പാസ് എന്നാണ്. പക്ഷേ അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ പേരാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഹെറോദ് അന്തിപ്പാസ് എന്നതിന് പകരം ഈ അന്തിപ്പാസ് എന്നുള്ളത് അങ്ങ് കളഞ്ഞ് ഹെറോദ് എന്ന് മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ഹെറോദേസിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ഹെറോദേസാണ് സ്നാപയോഹന്നാനെ അറസ്റ്റ് ചെയ്തതും പിന്നീട് തല വെട്ടി കൊന്നതുമൊക്കെ. അപ്പോൾ ഈ ഹെറോദേസിനെതിരായിട്ട് യോഹന്നാൻ സ്നാപകൻ സംസാരിച്ചു എന്നതുള്ളത് കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത കാര്യവും, പിന്നീട് ഹെറോദേസിൻ്റെ ഒരു തിരുനാളിൽ അദ്ദേഹത്തിൻ്റെ പുതിയ ഭാര്യയായ ഹെറോദിയായുടെ മകൾ ഡാൻസ് ചെയ്ത് ഹെറോദേസിനെ പ്രീതിപ്പെടുത്തിയതും, അവൾക്ക് സമ്മാനമായിട്ട് യോഹന്നാൻ സ്നാപകൻ്റെ തല കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഈ 6-ാം അധ്യായത്തിലെ ഈ അപ്പം വർദ്ധിപ്പിക്കൽ കാര്യം പറയുന്നത്. അത് പറയുന്നത് ആരംഭത്തിൽ തന്നെ യേശു ആളുകളെ കാണുന്നു, ആളുകൾ യേശുവിനെ തേടി വരുന്നു. അവരുടെ ആ ഭാവം എല്ലാം കണ്ടിട്ട് യേശു പറയുന്നു, മർക്കോസ് പറയുന്നു, ഇടയനില്ലാത്ത ആടുകളെ പോലെയുള്ളതായ ഈ മനുഷ്യരെ കണ്ടിട്ട് യേശു അവരോട് സഹതപിച്ചു എന്ന് പറയുന്നു. ഇടയനില്ലാത്ത ആടുകളെ പോലെയുള്ള ആളുകൾ എന്ന് വെച്ചാൽ അർത്ഥം, അവരെ ഭരിക്കുന്ന ഈ ഹെറോദ് അന്തിപ്പാസ് എന്ന് പറയുന്ന ആൾ ഒരു രാജാവോ അല്ലെങ്കിൽ രാജാവിൻ്റെ ഭാവമല്ല, ഒരു ഇടയൻ്റെ ഭാവമല്ല ഉള്ളത്. മനുഷ്യരെ അടിമപ്പെടുത്തുന്ന ഒരു ആളിൻ്റെ ഭാവത്തോടു കൂടിയാണ് ഇയാൾ ജനങ്ങളെ ഭരിക്കുന്നത് എന്നാണ് അവിടെ സൂചന. അപ്പോൾ ജനങ്ങളിപ്പോൾ ഈ ഹെറോദ് അന്തിപ്പാസിൻ്റെ ഭരണത്തിന് കീഴിൽ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കഴിയുന്നു എന്ന് യേശു മനസ്സിലാക്കിയിട്ടാണ് അവരോട് യേശു സുവിശേഷം പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് യേശു അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. എന്താ അപ്പോൾ ഈ അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കലിൻ്റെ പ്രാധാന്യം എന്താണ്? യേശു ഇതൊരു ക്രിസ്റ്റോളജിയുടെ ഒരു പോയിൻ്റാണിത്. മർക്കോസിൻ്റെ ക്രിസ്റ്റോളജിയുടെ ഒരു പോയിൻ്റാണിത്. യേശു ആരാണ്? യേശു നല്ല ഇടയനാണ്. യേശു നല്ല ഇടയനാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പഴയ നിയമത്തിൽ 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, യഹോവ എനിക്ക് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു ക്ലേശവും ഉണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തും എന്നൊക്കെ പറയുന്ന ആ 23-ാം സങ്കീർത്തനം അത് യേശുക്രിസ്തുവിൽ നിറവേറിയിരിക്കുന്നു. പഴയ നിയമത്തിലെ ജനങ്ങൾ തങ്ങളുടെ ഇടയനായിട്ട് കണ്ട ആ കർത്താവ് ദൈവം ഇതാ യേശു എന്ന രൂപത്തിൽ ഇവിടെ നമ്മുടെ മുൻപിൽ അവതരിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണമാണ് ഈ അത്ഭുതം യേശു ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ സംഭവം വിവരിക്കുന്ന ഓരോ കാര്യവും നമ്മൾ വിശദീകരിച്ച് പഠിക്കുകയാണെങ്കിൽ അതെല്ലാം മറ്റേ 23-ാം സങ്കീർത്തനവുമായിട്ട് വളരെയേറെ യോജിച്ചു പോകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്താ ചെയ്യുന്നത് നോക്കിയേ. യേശു അപ്പമെടുത്ത് വർദ്ധിപ്പിക്കുന്നു, എന്നിട്ട് ശിഷ്യന്മാരോട് പറയുന്നു, ആളുകളെയൊക്കെ അവിടെ ഇരുത്താൻ പറയുന്നു. അവരെവിടെ ഇരുന്നത്? പുൽപ്പുറങ്ങളിലായിരിക്കുന്നത്. അവിടെയൊക്കെ നല്ല പുല്ലുണ്ടായിരുന്നു, പച്ച പുല്ലുണ്ടായിരുന്നു. അതിന് പുറത്ത് അവരിരുന്നു കൊണ്ട് യേശു വർദ്ധിപ്പിച്ചു കൊടുത്തതായ അപ്പം ഭക്ഷിച്ച് തൃപ്തരാകുന്നു.
21 സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു എന്ന്. അപ്പോൾ അത് ഇവിടെ യേശു ക്രിസ്തുവിൽ നിറവേറുന്നു എന്ന് കാണിക്കുകയാണ് ഈ അത്ഭുതത്തിൻ്റെ പ്രത്യേകത. അതുപോലെ ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് വിരുന്നൊരുക്കുന്നു, ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഈ സംഭവം നടക്കുന്നത് ഒരു വിജന പ്രദേശത്താണ്. അവിടെ ചുറ്റുപാടുമുള്ളതൊക്കെ മറ്റ് സമുദായത്തിൽപ്പെട്ടവരാണ്, യഹൂദന്മാരല്ല. അപ്പോൾ വന്നിരിക്കുന്ന ആളുകൾ യഹൂദന്മാരാണ്. അവർ ഗലീലയിലെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഈ ഗലീലി കടലിൻ്റെ കിഴക്ക് ഭാഗത്ത് ആയിട്ട് ആണ് അവർ വന്നിരിക്കുന്നത്. അത് വിൽഡർനെസ്, അത് മരുഭൂമിയാണ്, അവിടെ ഒന്നുമില്ല. ഒന്നുമില്ലാത്ത ആ സ്ഥലത്ത് യേശു ക്രിസ്തു അവർക്ക് വിരുന്ന് ഒരുക്കി കൊടുക്കുന്നു. ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എന്നുള്ളത് അങ്ങനെ നിറവേറുന്നു. മാത്രമല്ല, യേശു അപ്പം എടുത്ത് വർദ്ധിപ്പിച്ച് അവർക്ക് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, 12 കുട്ടകൾ നിറയെ ബാക്കി വന്നു എന്നും പറയുന്നു. സങ്കീർത്തനത്തിൽ നമ്മൾ എന്താ കാണുന്നത്? 21 സങ്കീർത്തനത്തിൽ എൻ്റെ കപ്പ് നിറഞ്ഞ് കവിയുന്നു എന്ന്. എനിക്ക് കുടിക്കാൻ തക്കവണ്ണം മാത്രമല്ല ദൈവം എനിക്ക് തരുന്നത്, ഈ ഇടയൻ, ദൈവമാകുന്ന ഇടയൻ എനിക്ക് തരുന്നത്, എനിക്ക് കുടിക്കാൻ തക്കവണ്ണം എൻ്റെ കപ്പ് നിറയെയല്ല തരുന്നത്, കപ്പ് നിറഞ്ഞ് കവിയുന്നു എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തു അവർക്ക് ആവശ്യം പോലെ ഭക്ഷണം കൊടുത്തു. മാത്രമല്ല കുറച്ചേറെ കവിഞ്ഞൊഴുകുന്നു. 12 കുട്ട നിറഞ്ഞ് കവിയുന്നു, ബാക്കി വരുന്നു. അപ്പോൾ ഈ സംഭവം വഴിയായിട്ട് മർക്കോസ് നമ്മെ പഠിപ്പിക്കുന്നത്, യേശു ചെയ്ത ഈ സംഭവം വഴിയായിട്ട് മർക്കോസ് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്റ്റോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. ആരാണ് യേശു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇതാണ്: നല്ല ഇടയനാണ്. സങ്കീർത്തകനായ ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെപ്പറ്റി എന്ത് പറഞ്ഞോ അത് നിറവേറിയിരിക്കുന്നു യേശു ക്രിസ്തുവിൽ എന്ന ഒരു ആശയമാണ് അവിടെ കിട്ടുന്നത്. പക്ഷേ ഈ സുവിശേഷത്തിൽ രണ്ടാമത് ഒരു അപ്പം വർദ്ധിപ്പിക്കൽ കഥ കൂടി പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളിൽ. 8-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതും ഒരു വിജന സ്ഥലത്താണ് സംഭവിക്കുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഈ 4 സുവിശേഷങ്ങളുണ്ടല്ലോ, 4 സുവിശേഷങ്ങളിൽ വെച്ച് 4 സുവിശേഷങ്ങളിലും ഏതാണ്ട് ഒരുപോലെ പറയുന്ന സംഭവമാണ് നമ്മളിപ്പോൾ വിവരിച്ചതായ 6-ാം അധ്യായത്തിലെ സംഭവം. അതായത് യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയ അത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 പേരും ഏതാണ്ട് ഒരുപോലെ പറയുന്നുണ്ട്. ഈ സംഭവത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു. യേശു നല്ല ഇടയനാണ്. യേശു നല്ല ഇടയനാണ്. അതാണ് പ്രധാനമായിട്ടും ഈ സംഭവം വഴിയായിട്ട് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ അത് 8:1 മുതൽ വേറൊരു സംഭവമുണ്ട്, വേറൊരു അപ്പം വർദ്ധിപ്പിക്കൽ സംഭവമുണ്ട്. എന്നാൽ ഈ രണ്ടാമത്തെ സംഭവം മർക്കോസും മത്തായിയും അല്ലാതെ മറ്റാരും പറയുന്നില്ല. ലൂക്കായുടെ സുവിശേഷത്തിലോ യോഹന്നാന്റെ സുവിശേഷത്തിലോ ഇത് പറയുന്നില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് 7 അപ്പം 4000 പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ചു കൊടുത്തതായ സംഭവമാണ്. 7 അപ്പമാണ് കൊടുത്തത് 4000 പേർക്കാണ്. എന്നിട്ട് ബാക്കി എത്ര വന്നേ? 7 കുട്ട നിറയെ ബാക്കിയും വന്നു. ശ്രദ്ധിക്കണം, ഈ സംഭവം വഴിയായിട്ട് എന്താണ് മാർക്കോസ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഒന്നാമത്തേതിനകത്ത് എന്തായിരുന്നു പഠിപ്പിച്ചത്? യേശു നല്ല ഇടയനാണ് എന്നത്. രണ്ടാമത്തെ സംഭവത്തിൽ പറയുന്നത് യേശു യഥാർത്ഥമായി നമ്മുടെ ഭക്ഷണമാകുന്നു. അതായത് വിശുദ്ധ കുർബാനയിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലാണ് ഈ രണ്ടാമത്തെ സംഭവം മർക്കോസ് വിവരിച്ചിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, യേശു എടുക്കുന്ന അപ്പങ്ങളുടെ എണ്ണം 7 ആണ്. 7 എന്ന് പറയുമ്പോൾ ബൈബിളിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് പൂർണ്ണതയുടെ അക്കമാണ്. 7 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ അക്കമാണ്. അപ്പോൾ പരിശുദ്ധ കുർബാന എങ്ങനെയാണോ പൂർണ്ണമായിരിക്കുന്നത്, പൂർണ്ണതയുടെ കൂദാശയായിരിക്കുന്നത്, അതിൻ്റെ സൂചന അവിടെയുണ്ട്. 7 അപ്പം എടുത്ത് വർദ്ധിപ്പിക്കുന്നു.
എന്നിട്ട് വർദ്ധിപ്പിച്ച് ഇവർക്കെല്ലാം കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന എത്രയാ? 7 കുട്ടകൾ നിറയുകയാണ്. എന്ന് വെച്ചാൽ തുടക്കത്തിൽ 7, എല്ലാവരും ഭക്ഷിച്ചു കഴിഞ്ഞു, ബാക്കി വന്നതും 7. എന്താ അതിൻ്റെ അർത്ഥം? കുർബാന 1000-ഓ 10,000-ഓ എത്ര പേര് കഴിച്ചാലും കുർബാനയിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിന് കുറവ് വരുന്നില്ല. എപ്പോഴും അത് പൂർണ്ണമാണ്. ഒരു അപ്പം എടുത്ത് കുദാശ ചെയ്ത് ആ അപ്പം ഒരു 100 പേർക്കോ അല്ലെങ്കിൽ എത്ര പേർക്കോ വേണ്ടി കൊടുത്തതിന് ശേഷം ഒരു കഷണം, ഒരു പൊട്ടുപോലെ ഒരു അല്പം ബാക്കി വന്നാൽ അതിനകത്തും പൂർണ്ണമായ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണമായ സാന്നിധ്യമുണ്ട്. അപ്പോൾ എത്ര പേര് തിന്നു എന്നുള്ളത് പ്രശ്നമല്ല, എത്ര പേർക്ക് കുർബാന കൊടുത്തു എന്നുള്ളത് പ്രശ്നമില്ല. യേശുവിൻ്റെ സാന്നിധ്യത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. എവിടെ തുടങ്ങിയോ അതുപോലെ തന്നെ അവസാനിക്കുന്നു. ഇത് കുർബാനയ്ക്കുള്ള ഒരു പ്രത്യേകതയാണ്. യേശു ആരാണ്? യേശുവാണ് കുർബാന. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ തന്നെ നമ്മൾ ചൊല്ലുന്ന കുർബാന, ഇത് മലങ്കര സഭയുടെ അല്ലെങ്കിൽ അന്ത്യോക്യൻ സഭയുടെ ഒരു പ്രത്യേകതയാണ്. കുർബാനയുടെ ആരംഭത്തിൽ വൈദികൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നീ കുർബാനയാവുന്നു, കുർബാന നിനക്ക് അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന്. ദൈവമേ എന്ന് വിളിക്കുന്നത് പിതാവിനെയല്ല, യേശുക്രിസ്തുവിനെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ വിളിച്ച് പറയുന്നത് നീ കുർബാനയാകുന്നു എന്നാണ്. അതായത് നീ ഭക്ഷിക്കപ്പെടാനുള്ളവനാകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് 6-ാം അധ്യായത്തിൽ യേശു അവരെ ആളുകളുമായിട്ട് സംസാരിക്കുന്ന ഭാഗത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ല. അപ്പോൾ യേശു കുർബാനയാകും. 7 അപ്പത്തിൽ തുടങ്ങി 7 അപ്പത്തിൽ അല്ലെങ്കിൽ 7 കുട്ട നിറയെ അപ്പത്തിൽ അവസാനിക്കുന്നു. 7 തുടങ്ങി 7 അവസാനിക്കുന്നു. ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല, നമ്പറിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഈ അപ്പം വർദ്ധിപ്പിക്കലിൽ യേശു ഉപയോഗിക്കുന്ന വാക്ക് ആദ്യത്തേതിനകത്ത്, അതായത് ആ 5 അപ്പം 5000 പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ച ആ സംഭവത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന യേശു ആ അപ്പം ബ്ലെസ് ചെയ്യുന്ന അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് യൗളോഗെയിൻ എന്ന വാക്കാണ്. യൗളോഗെയിൻ, അതിൻ്റെ അർത്ഥം ബ്ലസ് എന്ന് മാത്രമാണ്. എന്നാൽ ഇവിടെ ഈ രണ്ടാമത്തെ 7 അപ്പം വർദ്ധിപ്പിക്കുന്ന ആ സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യൗക്കരിസ്റ്റെയിൻ എന്ന വാക്കാണ്. യൗക്കരിസ്റ്റെയിൻ എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യൗക്കരിസ്റ്റെയിൻ എന്ന വാക്കിൽ നിന്നാണ് യൂക്കരിസ്റ്റ് ആണല്ലോ ഇംഗ്ലീഷിൽ കുർബാനയുടെ വാക്ക്. സോ യൂക്കരിസ്റ്റ് എന്ന വാക്ക് വന്നിരിക്കുന്നത് ഈ യൂക്കരിസ്റ്റെയിൻ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഇതൊരു ക്രിയയാണ്. അപ്പോൾ ഈ ക്രിയയുടെ പ്രയോഗത്തിൽ നിന്ന് തന്നെ മർക്കോസ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ടാമത്തെ അപ്പം വർദ്ധിപ്പിക്കൽ വിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു സംഭവമാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് യേശു തന്നെ നമുക്ക് ഭക്ഷണമായി തരുന്നതാണ്. അങ്ങനെ തന്നെ ഭക്ഷണമായി തരുന്ന ആ കൂദാശയുടെ ഒരു മുന്നോടി എന്ന നിലയിലാണ് ഈ രണ്ടാമത്തെ ഈ അത്ഭുതം വിവരിച്ചിരിക്കുന്നത്. 7 തുടങ്ങി 7 അവസാനിക്കുന്ന ഈ രണ്ടാമത്തെ സംഭവം. അപ്പോൾ ഇങ്ങനെ നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ 8:22 മുതലുള്ള ഭാഗങ്ങൾ പറയാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതും പിന്നെ 2-ാം ഭാഗത്തെ പ്രധാനപ്പെട്ട ആശയങ്ങളും പറഞ്ഞ് നമ്മുടെ ഈ കോഴ്സ് അവസാനിപ്പിക്കാം.